ഹലോ മക്കളെ, ഇന്ന് നമ്മൾ മൂന്നാമത്തെ ദിവസത്തെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. വായിക്കാം, പാടാം, എഴുതാം. പൂവിനെക്കുറിച്ച് പാടും. പൂവിനെക്കുറിച്ചൊരു പാട്ട് കൊടുത്തിട്ടുണ്ട്. പല നിറത്തിൽ ടിയാട്ടിയ, പല മണത്തിൽ ടിയാട്ടിയ, ബണ്ടിൻ്റെ കൂട്ടുകാർ ടിയാട്ടിയ, ചെടിയിൽ വിരിയുന്നു ടിയാട്ടിയ. ഇതേപോലെ പൂമ്പാറ്റയെക്കുറിച്ച് നിങ്ങൾക്കൊരു പാട്ട് ഇവിടെ എഴുതാം. എന്താണ്? പൂവുള്ള കൂട്ടുകാർ ടിയാട്ടിയ, ചിറകുള്ള കൂട്ടുകാർ ടിയാട്ടിയ, പറന്നു വന്നിടും ടിയാട്ടിയ, പൂവിലിരിക്കും ടിയാട്ടിയ. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു പാട്ട് എഴുതാം. ഞാൻ പറഞ്ഞേ ഉള്ളൂ, അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ളൊരു പാട്ട് എഴുതാം. അടുത്ത ചോദ്യം, ചിത്രങ്ങൾ. ചിത്രങ്ങൾ ഒരുപാട് ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എണ്ണി എഴുതണം. പൂമ്പാറ്റ എത്രയുണ്ട്, പൂക്കൾ എത്രയുണ്ട്, നക്ഷത്രങ്ങൾ എത്രയുണ്ട്. അപ്പോൾ നമുക്കൊരു കളർ എടുത്തിട്ട് മാർക്ക് ചെയ്യാം. ആദ്യം പൂമ്പാറ്റ നോക്കാം. 1 2 3 4 5 6 7 7 പൂമ്പാറ്റ. ഇനി പൂക്കൾ എത്ര? 1 2 3 4 5 6 7 8 9 10 11 12 12 പൂക്കൾ. ഇനി നക്ഷത്രം 1 2 3 4 5 6 7 8 9 9 നക്ഷത്രം. അപ്പോൾ 7 12 9. ചോദ്യം ഇതാണ്, ചിത്രങ്ങളുടെ എണ്ണം ചെറുതിൽ നിന്നും വലുതിലേക്ക് എഴുതും. 7 12 9 എന്ന് പറയുമ്പോൾ ആദ്യം 7, പിന്നെ 9, പിന്നെ 12 അല്ലേ? ചെറുതിൽ നിന്ന് വലുതിലേക്ക്. എത്ര പൂക്കളാണ് കൂടുതലുള്ളത്? നക്ഷത്രങ്ങൾ 9, പൂക്കൾ എത്രയാ? 12. അപ്പം എത്ര അധികമുണ്ട്? 3 അധികമുണ്ട്. അടുത്തത്, ഫഹദ് വരച്ച ചിത്രം നോക്കൂ, സംഖ്യകൾ ക്രമത്തിൽ എഴുതി പൂർത്തിയാക്കൂ. 12 14 16. അടുത്തത് എത്രയാ? 18 20 22 24. ഓക്കെ, ക്രമത്തിൽ എഴുതണം. ഓക്കെ. അടുത്ത ചോദ്യം, പ്രവർത്തനം 12, ഇഴയൻ പുഴു. പട്ടിക പൂർത്തിയാക്കാം. ഇപ്പോൾ ഇവിടെ ഒരുപാട് മൃഗങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ വേണ്ടത് ഇതിൽ കാലില്ലാത്തവ, 4 കാലുള്ളവ, 6 കാലുള്ളവ, ഒത്തിരി കാലുള്ളവ എഴുതണം. അപ്പോൾ കാലില്ലാത്തവ ഏതെല്ലാമാണ് അതിൽ? ഒച്ച്, പാമ്പ് അല്ലേ? അതെ, ഒച്ച്, പാമ്പ്, കാലില്ലാത്തത്. ഇനി 4 കാലുള്ളത് ഏതല്ല? നായ, പിന്നോ വള, മുയൽ അല്ലേ? ഇതിലാണ് 4 കാലുള്ളത്. ഇനി 6 കാലാർക്കെല്ലാണ്? തേനീച്ച, പിന്നെ തേനീച്ചക്ക് 6 കാല്. ഒത്തിരി കാല് ഏതൊക്കെയാണ്? കരികണ്ണ്, തേരട്ട, ഞണ്ട്, പിന്നെ ഉറുമ്പ്. ഇതിനൊക്കെ ഒത്തിരി കാലുകൾ ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ പട്ടിക പൂർത്തിയാക്കാം. ഇനി ഫഹദ് വരച്ച ജീവി ഇതിൽ ഏത് ഇനത്തിൽ പെടും? ഫഹദ് വരച്ചത് ഏതാണ്? ഒത്തിരി കാലുള്ളവയാണ് അല്ലേ? അപ്പം എന്ത് എഴുതണം? ഒത്തിരി കാലുള്ളവ. അടുത്തത്, കുട്ടിയുടെ പേര്, കിട്ടിയ മിഠായി, തിന്ന മിഠായി, വീട്ടിൽ കൊണ്ടുപോയ മിഠായി. ഇങ്ങനൊരു പട്ടിക തന്നിട്ടുണ്ട്. അപ്പോൾ റതികക്ക് 15 മിഠായി കിട്ടി. അവൾ അതിൽ നിന്ന് 5 തിന്നു. ബാക്കി എത്ര? 10. മീനുക്കുട്ടിക്ക് 20, 12 തിന്നാൽ ബാക്കി 8. ആമിനയ്ക്ക് 25, 14 തിന്നാൽ ബാക്കി 11. രാജിക്ക് 15 കിട്ടി, 9 തിന്നാൽ ബാക്കി 6. സുമേഷിന് 10 കിട്ടി, 10 തിന്നാൽ ബാക്കി 0. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. അപ്പോൾ വളരെ എളുപ്പമുള്ള ചോദ്യങ്ങളാണ്. ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ബൈ ബൈ, ടേക്ക് കെയർ.